ഗുഡ് മോർണിംഗ്. പെറ്റൂണിയ ചെടികളെ പോലെ തന്നെ വിൻഗ ചെടികളും ഇപ്പോൾ നമ്മുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. ഒരുപാട് വർണ്ണ വിസ്മയങ്ങളായിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ ഓൺലൈനിലും നഴ്സറികളിലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഇതായി കഴിഞ്ഞു. ഒത്തിരി കളർ വെറൈറ്റീസിലാണ് ഇപ്പോൾ ഈ ഒരു വിൻഗ പ്ലാന്റുകൾ താരമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള കുറച്ച് വിൻഗ ചെടികളെയും പിന്നെ അതിൻ്റെ പരിചരണ രീതികളുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുറേയേറെ വെറൈറ്റി വിൻഗ പ്ലാന്റുകൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. കുറച്ചെണ്ണത്തിലൊക്കെ പൂക്കളായി തുടങ്ങി, കുറേ എണ്ണം പൂക്കൾ വിരിയാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ കുറച്ച് സീഡ് പാകി നമ്മൾ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഇനി പൂക്കളായി വരുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വിൻഗ ലവേഴ്സ് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനേ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ വിൻഗ പ്ലാന്റുകൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടി നമ്മളിങ്ങനെ നിർത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഒരുപാട് കളറിലുള്ള ഇങ്ങനെ പൂക്കൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിനേറ്റഡ് ആവും. അപ്പം പോളിനേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കളർ വെറൈറ്റീസിലുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് വിൻഗകൾ വന്നാലും നമ്മുടെ നാടൻ വെറൈറ്റിയുടെ അത്രയും ഒന്നും ആയുസ് ഉണ്ടാവില്ല കേട്ടോ. നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരുപാട് നാൾ ലൈഫ് ലോങ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ചെടി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല തിക്നെസ് ആയിട്ട് ഒരുപാട് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ നാടൻ ടൈപ്പ്. ഹൈബ്രിഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കടഭാഗം അഴുകിപ്പോകുന്നതായിട്ടും ഉണങ്ങിപ്പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ഗാർഡനിലേക്ക് കൂട്ടാൻ നിങ്ങൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. എന്നും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ വിൻഗ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ താരമായിക്കൊണ്ടിരിക്കുന്നത് ഹാങ്ങിങ് വിൻഗകളാണ്. ഹാങ്ങിങ് വിൻഗകൾ ഇപ്പോൾ എല്ലാവരും ഗാർഡനിലേക്ക് കൂട്ടുന്ന ഒരു ചെടിയാണ്. കാരണം നല്ല രീതിയിൽ ഫ്ലവറിങ് തരും. അതുപോലെ തന്നെ ഹാങ് ചെയ്ത് നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. ഒരുപാട് കളർ വെറൈറ്റീസിലുള്ള ഹാങ്ങിങ് വിൻഗകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഹാങ്ങിങ് വിൻഗയിൽ പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇത് നോർമലി നമ്മൾ കാണുന്നൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇത് നമ്മൾ നോർമലി കാണുന്നൊരു വെറൈറ്റി അല്ല. ഇത് ഇത്തിരി റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിപ്പം പൂക്കൾ കുറച്ച് സായേൻ്റെ പേരിലാണ് ഇതിനൊരു ഭംഗിക്കുറവ് ഉണ്ടാകുന്നത്. എന്നാലും ഇതിൻ്റെ ഭംഗി അധികം അങ്ങനെ മങ്ങിപ്പോയിട്ടില്ല. പക്ഷേ ആദ്യമേ ഉണ്ടാകുന്ന ഫ്ലവേഴ്സിന് നല്ലൊരു കളറാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു ബ്ലാക്ക് സ്പോട്ടാണ്. അതാണ് ആ പ്ലാന്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സീഡുകൾ സ്റ്റാൻഡിങ് വിൻഗ പോലെ തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റുകളാക്കി മാറ്റാനും സാധിക്കും. വിൻഗ പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് കിട്ടും. കാരണം ഇതിൻ്റെ സീഡ് പെട്ടെന്ന് വരികയും സീഡിൽ നിന്നും പെട്ടെന്ന് തന്നെ കുറേയധികം പ്ലാന്റുകൾ നമുക്ക് ആക്കിയെടുക്കാനും പറ്റും. അത് തന്നെയല്ല, ഇതിൻ്റെ സ്റ്റെം കട്ടിങ് ചെയ്താലും പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടി നമുക്ക് ഒരുപാട് പ്ലാന്റുകളാക്കി മാറ്റാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകത്തൊന്നുമില്ല. നമ്മുടെ ഒരു പരിചരണവും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ചെയ്യുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ വിൻഗ. ഇതിന് പ്രധാനമായിട്ടും വരുന്നൊരു രോഗം എന്ന് പറയുന്നത് കടചീയലാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള സ്റ്റെമ്മുകൾ ഉണങ്ങിപ്പോകുന്ന ഒരു പ്രവണതയും ഇതിൽ കാണാനുണ്ട്. അതൊക്കെ നമ്മുടെ ഈർപ്പം കൂടി പോകുന്നത് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് യാതൊരു പ്രശ്നങ്ങളും വരുന്ന ഒരു പ്ലാന്റ് അല്ല ഇത്. പിന്നെ ഇതിൻ്റെ ഒരു ശത്രു മീലി ബഗ്സ് ആണ്. അത് ഇതിൻ്റെ സ്റ്റെമ്മിൽ വന്നിരുന്ന് നീരൂറ്റി കുടിച്ച് ഒക്കെ പ്ലാന്റ്സുകൾ നശിപ്പിക്കാറുണ്ട്. പിന്നെ ഈ പൂവിൻ്റെ ഇത്രയും ഒരു അട്രാക്ഷൻ കാരണം ചിത്രശലഭങ്ങളൊക്കെ വന്ന് അട്രാക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ അവ മുട്ടയിട്ട് പുഴുക്കളുണ്ടായിട്ട് അതും ഈ ഒരു ചെടികളെ നശിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. പൂക്കൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂട്ടാൻ
പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് വിൻഗ പ്ലാന്റ്. അത് സ്റ്റാൻഡിങ് വിൻഗ ആയാലും ഹാങ്ങിങ് വിൻഗ ആയാലും അതങ്ങനെ തന്നെയാണ്. ഒരുപാട് ഫ്ലവർ നമുക്ക് എന്നും ഗാർഡനിൽ സമ്മാനിക്കുന്ന ഒരു ചെടി തന്നെയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റും സ്റ്റാൻഡിങ് പ്ലാന്റുമായിട്ടുള്ള വിൻഗ. അപ്പോൾ കുറഞ്ഞ പരിചരണത്തോടു കൂടി വളർത്തിയെടുക്കാൻ പറ്റിയ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വളമായിട്ട് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് വെള്ളമൊഴിക്കുന്ന കൂട്ടത്തിൽ NPK ഒഴിച്ചു കൊടുക്കാം. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. ജൈവവളവും നമുക്ക് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാവുന്നതാണ്. പിന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് വിൻഗ പ്ലാന്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്ത് നല്ല വെറൈറ്റിയിലുള്ള പൂക്കൾ നമുക്ക് തരുന്നത്. എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നോ അത്രത്തോളം കളറ് നല്ല ബ്രൈറ്റായിട്ട് പൂക്കളിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ചെടികളുടെ നല്ല ആരോഗ്യത്തിനും സൂര്യപ്രകാശം അത്യാവശ്യമാണ് കേട്ടോ. എൻ്റെ വിൻഗ ചെടികളെയും വിൻഗ ചെടികളുടെ വിശേഷങ്ങളും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് വിൻഗ വെറൈറ്റീസ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടും ചെയ്യുക. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.